നിങ്ങൾ രാഷ്ട്രം പൂജ നടത്തുന്ന, അതായത് നിങ്ങൾ സന്യാസി വര്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്താണ് പറയുന്നത് ശങ്കരാചാര്യ പീഠങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കാതെ നിങ്ങൾ വളരെ കൃത്യമായി പ്രധാനമന്ത്രി അവിടെ ഒരു സന്യാസി വര്യനായി അവതരിപ്പിച്ച നിങ്ങളുടെ ഡ്രമാറ്റിക് ഇനാഗുറേഷൻ ഓഫ് എന്താ പറയുന്നത് രാംലല്ല ഉണ്ടല്ലോ, അന്ന് വലിയൊരു പ്രത്യേകത കൂടിയാണ്. കേൾക്ക് പറയട്ടെന്ന്. നിങ്ങൾ വരുമ്പോ ഇത് പാർലമെന്റ് അല്ല, ഒന്ന് പറഞ്ഞ അടുത്ത ആള് പറയുമ്പോൾ ഇറക്കി വിടുന്ന പരിപാടി നടക്കാറ്. ഇത് ചാനൽ ചർച്ചയല്ലേ? അപ്പൊ കേക്ക് 25 വർഷം കേൾക്കുന്ന രാംലല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഞങ്ങളെ വെളിയിലാക്കി കളയോ? രാംലല്ല എന്ന് അങ്ങനെ വെളിയിലാക്കുന്നില്ല, നിങ്ങൾ സഭ്യമായ കാര്യങ്ങൾ പറയൂ, അത് ഇടപെടും. ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടപെടും. അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. അഭ്യാസം ഭീഷണിയൊന്നും വേണ്ട, അഭ്യാസം ഭീഷണിയൊന്നുമല്ല. ഡ്രാമാറ്റിക് രാംലല്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് രാംലല്ല പറയുന്ന അധികാരം വന്നിട്ടുള്ളത്? ഡ്രാമാറ്റിക് രാംലല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരം വന്നിട്ടുള്ളത്? എന്റെ ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അങ്ങനെയുള്ള മതപരമായിട്ട് അധിക്ഷേപമൊന്നും വേണ്ട. നിങ്ങൾ മാന്യമായിട്ട് പറയൂ. അല്ല നരേന്ദ്രമോദി അങ്ങനെയല്ല, അതിനെ മതപരമായ അധിക്ഷേപമല്ല. അവിടെ വസന്ത് ഉപയോഗിച്ചത് ആ സാഹചര്യത്തെ നാടകീയമായി സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെ രാഷ്ട്രീയമായി മുതലെടുപ്പിന് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അല്ലല്ല, നമുക്ക് അങ്ങനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല, ചർച്ച അവസാനിപ്പിക്കണം. തൽക്കാലം എനിക്കെതിരെ ഒരു വർഗീയ അധിക്ഷേപം ഉയർത്തേണ്ടത്. ഏതായാലും അടുത്തൊന്നും ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭയിലോ പഞ്ചായത്തിലോ ഒന്നും മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ തന്നെ എന്നെ അതിലേക്ക് വലിച്ചെടുക്കല്ല. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് ഇംഗ്ലീഷ് മത്സരാകാത്ത എന്റെ കുറ്റമല്ല. നിങ്ങൾ അവിടെ ഒരു നാടകീയമായ അവസ്ഥ സൃഷ്ടിച്ചു. അവിടെ ഇതെന്ത് എന്റെ അഭിലാഷേ, ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് എന്നെ വിളിക്കും. പറയൂ വസന്ത് പറയൂ. ഞാൻ പറഞ്ഞ വാക്ക് അത് അതേപടി നിങ്ങൾ ഇംഗ്ലീഷ് അറിയാതെ ഏതായാലും BJP നേതാക്കളോ ടോം വടക്കനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു ജീവനോടുണ്ടല്ലോ. അപ്പൊ ടോം വടക്കനോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ ശങ്കരാചാര്യ പീഠങ്ങളെ ബഹുമാനിക്കാതെ നാടകീയത കളിച്ചു. അവിടെ രാംലല്ലയെ ഒരു നാടകത്തിന് കേന്ദ്ര കഥാപാത്രമാക്കി നിങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ ആ രാംലല്ല എന്ന് പറയുന്ന വിഗ്രഹത്തെ, ആ ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ അപമാനിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം.